മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണെന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണെന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രഭാതവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന തലക്കെട്ട് വാഴ്ത്തപ്പെട്ട മശീഹയോടുകൂടെ 3 ദിവസം എന്നതാണ്. മർക്കോസ് 8:1 മുതൽ 3 വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അത് ഇവിടെ വായിക്കുവാനും ധ്യാനിക്കുവാനായിട്ടും ആഗ്രഹിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത വലിയ ചില അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ദർശിക്കാൻ സാധിക്കും. അതിൽ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്ക് വിളിച്ചു അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഏതാണ്ട് 4000 പേരുൾപ്പെടുന്നതായ ഒരു ഗ്രൂപ്പാണ്. അതിനെ 4ആയിട്ട് തിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 കൂട്ടം ആളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കഴിഞ്ഞ അധ്യായം 7-ാം അധ്യായത്തിൽ ചില അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്തത്, ഒന്ന്, സുറഫോനിക്ക സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്തു. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്നാണ് കർത്താവ് അവളെ മുക്തകണ്ഠം പ്രശംസിച്ചപ്പോൾ പറഞ്ഞത്. രണ്ടാമത്, ദക്കപ്പുലി ദേശത്ത് പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു സംഭവമാണ് ചെകിടനും വിക്കിനുമായിരിക്കുന്ന ഒരു ബാല്യക്കാരൻ. അവന് കേൾവിയും സംസാരശേഷിയും ലഭിച്ച കാര്യം ഓർപ്പിച്ച് അവൻ സകലവും നന്നായി ചെയ്തു എന്ന് ലോക പ്രശസ്ത പ്രസ്താവന നമ്മുടെ മസിഹയെക്കുറിച്ച് കേൾക്കുവാനും കർത്താവ് ചെയ്തത് സകല ജീവികൾക്കും നന്മയായിരുന്നു എന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസികൾ മറ്റുള്ളവർക്ക് ആവോളം നന്മ ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിച്ച് മർക്കോസ് 7 അവസാനിപ്പിച്ച് 8ലേക്ക് പ്രവേശിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ കർത്താവ് ദയാലുവാണ്, മനസ്സിലുള്ളവനാണെന്നും ഇയ്യോബിനെ പോലെ താന് മറ്റുള്ളവർക്ക് കണ്ണും കാലും ദരിദ്രർക്ക് പിതാവുമായിട്ടാണ് തന്നെ ഈ ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വെളിപ്പെടുത്തുന്നത്. ദൈവജനത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. നമുക്ക് ഇയ്യോബ് ഒരു മാതൃക പുരുഷനായിട്ട് നമുക്ക് നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. മർക്കോസ് ഈ സംഭവത്തിലൂടെ പിന്നെയും കർത്താവ് സംസാരിക്കുകയാണ്. 4000 പേരുടെ ഈ കൂട്ടം, ഇവരെ ഞാൻ മുമ്പേ ഓർപ്പിച്ചോലെ 4 വ്യത്യസ്ത കൂട്ടരായിട്ട് ചിന്തിച്ച് പഠിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കൂട്ടർ ദൂരത്തുനിന്ന് വരുന്ന പുരുഷാരമാണ്. 2 കൂടെ താമസിച്ച പുരുഷാരമാണ്. 3 പ്രതിസന്ധികളുടെ നടുവിൽ വിട്ടുപോകാത്ത പുരുഷാരം. 4-മതായി കർത്താവ് ദയാലു എന്ന് ആസ്വദിച്ച പുരുഷാരം. ഒന്നാമത്തെ കൂട്ടർ മുമ്പേ യേശുവിന്റെ കൂടെ അല്ലായിരുന്നു. ഈ കൂട്ടരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരു മുൻകാല ചരിത്രം ഉണ്ട്.
മുമ്പ് യേശുവിൻ്റെ ജനമല്ലായിരുന്നു, യേശുവിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നവരല്ലായിരുന്നു, ദൈവവുമായി ബന്ധമില്ലാത്തവരായിരുന്നു, അനുഗ്രഹങ്ങൾക്ക് അനർഹരായിരുന്നു, അവർ ഇരുളിലായിരുന്നു, പാപികളായിരുന്നു. ഒരു നീണ്ട പട്ടിക ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കും. 1 പത്രോസ് 2:9-10, എഫേസ്യർ 2:11 മുതൽ 14 ഭാഗങ്ങൾ പഠിച്ചാൽ ഇവര് ഇപ്പോൾ യേശു ക്രിസ്തുവിലൂടെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു എന്നും നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച് അത് ഇപ്പോൾ പ്രത്യേക ജനമായി തീർന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പാപി യേശു കർത്താവുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹം നമുക്ക് ഈ ഭാഗത്തിലൂടെ ചിന്തിക്കാൻ സാധിക്കും. രണ്ടാമതായി, കൂടെ താമസിച്ചവരാണ്. 3 നാള് യേശുവിനൂടെ പാർത്തു. എന്തിന് കൂടെ പാർക്കണം? യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ അവന്റെ അരികെ വന്നു. മാർക്കോസ് 3:13. ഒരു കാലത്ത് അകന്ന് ജീവിച്ചവർ ഇപ്പോൾ അരികെ വന്നു. 3 കാര്യം യേശു പറയുന്നു. ഒന്ന്, തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരവും അവർക്ക് ലഭിച്ചു. കൂടാതെ കർത്താവിനോട് ഇരിക്കുമ്പോൾ മറ്റു 3 കാര്യങ്ങൾ അത് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരൊന്ന്, കർത്താവിനെ ഭയപ്പെടുവാൻ; 2, സ്നേഹിക്കുവാൻ; 3, അവനെ അടുത്ത് അറിയുവാൻ ഇടയാകും. സ്നേഹിതരെ, നിങ്ങൾ യേശുവിനോട് കൂടെയോ യേശുവിൽ നിന്നും അകലെയോ? മൂന്നാമത്തെ കൂട്ടര് പ്രതിസന്ധികളുടെ നടുവിൽ വിട്ടുപോകാത്തവരാണ്. ഇവരെ സംബന്ധിച്ച് നാം പഠിച്ചാൽ 3 ദിവസമായി യേശുവിനോട് ചേർന്നിരിക്കുകയാണ്. 1, ഭക്ഷിക്കുവാനില്ലാത്തവരാണ്. 2, രോഗങ്ങൾ, പരിശോധനകൾ കൂടെ അനുഭവിക്കുന്നവരാണ്. പടകിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഇടയ്ക്ക് കാറ്റും കോളും ഉണ്ടായി പടക് മുങ്ങുമാറാകുന്ന അനുഭവം ജീവിതത്തിലുള്ളവർ. എന്തുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധി ദൈവം നൽകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മെ ആകൃതിപ്പെടുത്തുവാൻ ആണ് ദൈവം ഈ കാര്യം ചെയ്യുന്നത്. മാത്രമല്ല, റോമർ 8:28 ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നല്ല ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും ഈ വിധ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവർ എങ്കിൽ നിരാശപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. 4-ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് കർത്താവ് ദയാലു എന്ന് ആസ്വദിച്ച ജനമാണ്. കഴിഞ്ഞ ദീർഘസമയങ്ങൾ യേശുവിനോട് കൂടെ നടന്നും ഇരുന്നും കർത്താവ് ദയാലു എന്ന് അനുഭവിച്ച് അറിയാനിടയായി. അത് കർത്താവിന്റെ സ്നേഹത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും മനസ്സിലാക്കി. ഇവിടെ ഇതാ വിശപ്പുള്ള ജനം, അവരെ ഭക്ഷണം കൊടുക്കാതെ വിട്ടാൽ വഴിയിൽ തളർന്നു പോകും. ആകയാൽ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ ദൈവപുത്രൻ മുഖാന്തരമുള്ള നന്മയുടെ കരുതൽ അറിഞ്ഞവർ ശിഷ്യന്മാരുടെ കൈവശമുള്ള 7 അപ്പവും ചെറുമീനും കർത്തൃകരങ്ങളിൽ സമർപ്പിച്ചു. 4000 പേര് തിന്ന് ശേഷിപ്പിച്ചു. സംതൃപ്തരായി യേശുവരെ പറഞ്ഞയച്ചു. ഇവിടെ റോമാലേഖനം 12:20 നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഈ കൊറോണ കാലത്ത് വിശ്വാസികളും അവിശ്വാസ സമൂഹങ്ങളും ഭക്ഷണവും വെള്ളവും കൊടുത്തത് പ്രിയരെ നിങ്ങളെല്ലാവരും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമാണ്. കർത്താവ് കാണിച്ച ഈ മാതൃക എത്ര പേർ ഏറ്റെടുക്കും? നിങ്ങളുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. 2 കൊരിന്ത്യർ 8:14 വാക്യത്തിൽ നാം അങ്ങനെ വായിക്കും. പൗലോസിന്റെ ഈ വാക്കുകൾ ഓർപ്പിച്ച് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.